ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ട്രാവൽ മിനിറ്റ്. നമ്മളെ ചാനലിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചാനൽ എന്താണ് റിവ്യൂ വരുന്നതെന്നുള്ളത് തമ്മിൽ കണ്ടതുകൊണ്ട്. ശരിക്കും ഞാനിപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റാതെ വീട്ടിൽ ചെറിയൊരു ചെറിയൊരു ലോക്കൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ പേഴ്സണൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ എന്തുകൊണ്ട് റിവ്യൂ ഇട്ടുക. കാരണം അത്യാവശ്യം എല്ലാവരും നല്ല വൃത്തിക്ക് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് റിവ്യൂ ഇട്ടിടുക. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ഇന്ന് മെയ് 1 പണിക്കൊന്നും പോകാതെ തൊഴിലാളികളായി നിൽക്കുന്നത്, അതായത് നമ്മുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു പണിക്കും പോകാണ്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മെയ് 1 മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള മൂവി നിവിൻ പോളി കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതായത് അത്യാവശ്യം കഴിഞ്ഞ പടങ്ങളൊക്കെ നിവിൻ പോളിയുടെ മോശമായിട്ടുള്ള പടങ്ങളായിരുന്നു. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണ് ഈ മൂവിയിലുള്ളത്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ A to Z പക്ക നല്ല. നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ഒരു ടൈപ്പിലേക്ക് മൂവി എന്ന്. അപ്പോൾ അതിനുശേഷം 2 ദിവസം മുമ്പ് ഒരു ടീസർ ഇറങ്ങിയപ്പം ആകെ ഞെട്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ടീസറായിരുന്നു. അതുപോലെ തന്നെയാണ് പടം പോകുന്നത്. നല്ല കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മലയാളികൾ കാണേണ്ട ഒരു മൂവിയാണ്. ഈ ഒരു എന്താ പറയുക, നമ്മളെ സാഹചര്യത്തിൽ മലയാളികൾ കാണേണ്ട ഒരു മൂവിയാണ്. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ്. ലാസ്റ്റ് ടൈമിൽ ക്ലൈമാക്സിലൊക്കെ ശരിക്കും നമുക്ക് സങ്കടമാവുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ മൂവിയിലുണ്ട്. നിവിൻ പോളി മലയാളത്തിൽ ഇപ്പം അതുപോലെ ഹ്യൂമർ ചെയ്യാൻ വേറെ ആരുമില്ല. കിടിലാണ്. അതായത് ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം തന്നെ മൂവിയിൽ എങ്ങനെയായിരുന്നു ഹ്യൂമർ ചെയ്തത് അതിനേക്കാളും ടോപ്പിൽ ഇതിൽ അത്യാവശ്യം നല്ല ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. ആ ലുക്കും ആ ഗെറ്റപ്പും ഒക്കെ സെറ്റാണ്. ആൾ അത്യാവശ്യം തടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഈ ഒരു പടത്തിൽ ആ ഒരു വിഷയമല്ല. നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഡയറക്ടർ എല്ലാവർക്കും അറിയാം, ജോസ് ആൻ്റണി. അതായത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് മൂവി ക്യൂനാണ്. ക്യൂ കഴിഞ്ഞതിന് ശേഷം ജനഗണമന. അതൊക്കെ വേറെ ലെവലിൽ ഹൈപ്പിൽ കൊളക്റ്റിയ മൂവി. അപ്പം ആ ഒരു സമയത്ത് ഞാനും വിചാരിച്ച്, അതായത് ഇതിൻ്റെ പ്രമോ കണ്ടപ്പം അങ്ങനെ 2 പടങ്ങൾ, അതായത് ഇത്രയും സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ് എടുത്തിട്ടുള്ള ഒരാൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കോമഡി ആ ഒരു ലെവലിലേക്കുള്ള പടം എന്നൊരു സാധനം ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് 2 ദിവസം മുമ്പ് ടീസർ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി സാധനം ഏതായിരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം പ്രസൻറ്റിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോറി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ട് ഒരു ഒഴുക്കിലിങ്ങനെ ലാസ്റ്റ് വരെ പോയിട്ട് അവസാനമാകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു മൂവിയാണ് ഇതിലുള്ളത്. എടുത്തു പറയേണ്ട കാര്യം വെച്ചിൻ്റെ ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. കിടിലൊരു ക്യാരക്ടറാണ്. തിയേറ്ററിലൊക്കെ വൻ എന്താ പറയുക കോമഡി നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കളക്ടറായിട്ട് വരുന്നൊരു കിടിലൻ ക്യാരക്ടറാണ്. അതുപോലെ മാരകമായിട്ടുള്ള 1-2 സീനും കോമഡി സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൽ. ധ്യാൻ ശ്രീനിവാസൻ്റെ റോള് ഇതിൽ, അതായത് നമ്മൾ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോകുന്ന ഒരു കോമഡി ആ ഒരു സെറ്റപ്പിൽ നമ്മൾ മറ്റേ എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അതിൽ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നത് ധ്യാനും അതുപോലെ തന്നെ നിവിനും തമ്മിലല്ല, വേറൊരു ക്യാരക്ടറുണ്ട് അതിൽ. കിടിലൻ ക്യാരക്ടറാണത്. നമ്മൾ വിചാരിക്കുന്നതിനായിട്ടുള്ള അത്യാവശ്യം നല്ല വൃത്തിക്ക് ആ ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തു, പക്ഷേ വേറെ എവിടെയും കണ്ടില്ല. ഇനി അതായത് നിങ്ങളെ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ റോള് എത്രത്തോളം ആ സിനിമയിലുണ്ട് എന്നുള്ളത്. ധ്യാൻ ശ്രീനിവാസനൊക്കെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ റോളൊക്കെ നല്ല വൃത്തിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ പടത്തിൽ. അതുപോലെ തന്നെ ക്യൂനിൽ നമ്മൾ കണ്ട സെലിംകുമാറിൻ്റെ ഒക്കെ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൈപ്പിൽ ക്യൂനിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു കിടിലനൊരു ഡയലോഗ് ഉണ്ട്, ഒരു കിടിലനൊരു സ്പീച്ചിൻ്റെ അടുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഉണ്ട്. വേറെ ലെവൽ. നമ്മൾ ക്യൂനിൽ കണ്ടിട്ടുള്ള അതേ സെലിംകുമാറിനെ അതിലും ചിലപ്പോൾ അതിൽ കൂടി കുറച്ച് നന്നായിട്ട് തന്നെ സെലിംകുമാറിനെ ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മഞ്ജുപിള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിയുടെ അമ്മയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹോമിൽ കണ്ട് അതുപോലെ തന്നെ ഫാലിമിയിൽ കണ്ടിട്ടുള്ള ആ ഒരു അമ്മ റോള്, അതുപോലെ തന്നെ ഏകദേശം ആ ഒരു സെയിമിൽ ഒരു റോള് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. നല്ല എങ്ങനെയാണോ കഴിഞ്ഞ പടങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ അനശ്വര രാജനൊക്കെ നിവിൻ പോളിയുടെ എന്താ പറയുക എങ്ങനെയായിരിക്കും അവരത് ചെയ്ത് എന്താ പറയുക വർക്കൗട്ടാക്കി എടുക്കുക എന്നുള്ള സാധനം ഞാൻ ആലോചിച്ചിരുന്നു. കാരണം അനശ്വര രാജൊക്കെ ഇപ്പോൾ ചെറിയൊരു ആ ഒരു ലെവലിൽ റോള് ചെയ്തു വരുന്നതാണ്. നായികയാണെങ്കിൽ തന്നെ അവരുടെ നായകന്മാർക്കൊരു ഏജ് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നിവിൻ പോളിക്ക് എങ്ങനെ സെറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പടം പോയി കാണാൻ വേണം. അത്യാവശ്യം നല്ല റോൾ തന്നെയാണ് അതിലുണ്ടായിരുന്നത്. നായികക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സോഷ്യലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും പടത്തിൽ എന്താ പറയുക പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിക്ക് കോമഡി ഉണ്ട്. സ്റ്റോറി ചെയ്തിട്ടുള്ളത് ഷാരിഷ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരുന്നു. അതിനെക്കുറിച്ചൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും നോർമൽ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഓരോ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ.
തിയേറ്റർ റെസ്പോൺസ് ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. ഭയങ്കര, അല്ലാതെ പുറത്ത് കാണാൻ പറ്റില്ലല്ലോ അല്ലേ. പക്ഷേ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം കോമഡിയൊക്കെ നല്ല വൃത്തിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഉദ്ദേശം മൈനർ കോമഡികളൊക്കെ ഉണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ആ സ്റ്റൈലിലുള്ള കുറച്ച് കോമഡീസ് ഉണ്ട്. അതായത് നാച്ചുറലായിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ സാധനമൊക്കെ നല്ല വൃത്തിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിരിക്കാൻ ഒരുപാടുണ്ട്. നമ്മൾ ഫസ്റ്റ് പടം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ഒഴുക്കിലിങ്ങനെ പോയി ലാസ്റ്റ് ഏകദേശം എൻഡ് ആവുന്ന സമയത്താണ് നമുക്ക് എന്താ പറയുക, ഈ ഒരു പടത്തിൻ്റെ ഇത്രയും പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഈ സമയത്ത്. ശരിക്കും ഡയറക്ടർ പറഞ്ഞാൽ തന്നെ നമുക്ക്, അതായത് ഫസ്റ്റ് തന്നെ എഴുതി കാണിക്കുന്നുണ്ട് പടത്തിൽ ഇത് മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മൂവിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനം അവസാന സമയത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നമുക്ക് വേണ്ടി അവസാനം നല്ല രസമുള്ള ഒരുപാട് കോമഡി സംഭവങ്ങളൊക്കെ ഉണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ട്രാഫിക് മുതൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതായത് ഇത്രയും റിസ്ക് എടുത്തിട്ട്, മീൻസ് ഫുൾ റിസ്കിൽ അദ്ദേഹം ഫസ്റ്റ് ടൈമാണ് ഒരു പടം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു പടത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സമീപനമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല മുപ്പരുദ്ദേശ സാധനം വന്നിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല കളക്ഷൻ എടുക്കും പടം. കാരണം മൊത്തത്തിൽ നല്ല കിട്ടുന്ന റെസ്പോണ്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പടത്തിന്. ഫസ്റ്റ് ഷോയിൽ തന്നെ. അതിനുശേഷം അത്യാവശ്യം ഫുള്ള് ബുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് തിയേറ്ററൊക്കെ ബുക്കായി തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ആവുന്നുണ്ട്. കാരണം നമ്മൾ വർഷങ്ങൾക്ക് ശേഷം തന്നെ മൂവി ശരിക്കും നിവിൻ പോളിയാണ്, സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ആ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ആ ഒരു ലാഗും സാധനങ്ങളും സെക്കൻഡ് ഹാഫ് വന്നപ്പം പറ്റ മാറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിയുടെ ആ ഒരു കോമഡി, അദ്ദേഹം ചെയ്ത ഒരു ക്യാരക്ടർ കിടിലനായിട്ട്. അപ്പോൾ ആ ഒരു സാധനം തന്നെ തിരിച്ച് രണ്ടാമത്തെ ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പം അതിലുണ്ടായിരുന്ന കോമഡിനായാലും കുറച്ചും കൂടി കൂടിയൊരു കോമഡി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് വരേണ്ടത് ഇതിലെ സോങ് അത്യാവശ്യം നല്ല അടിപൊളി സോങ് വന്നിട്ടുണ്ട്. BGM കുഴപ്പമില്ലാത്ത BGM. ആ ക്ലൈമാക്സിലെ BGM ഭയങ്കര സംഭവം അല്ലെങ്കിലും നമുക്ക് എന്താ പറയുക, ബോറടിക്കാത്ത രീതിയിലുള്ള BGM. സോങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സോങ് ചെയ്തിട്ടുള്ളത് കിങ് ഓഫ് കൊത്തയും അതുപോലെ തന്നെ കൽക്കിയൊക്കെ ചെയ്ത ജയ്ക്ക് ബിജോയ് എന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. ഒരുപാട് മലയാളം, തമിഴ്, കന്നഡ എന്നിട്ടുള്ള അത്യാവശ്യം എല്ലാ ഭാഷയിലും സോങ് ചെയ്തുകൊണ്ടിരിക്കുന്ന CBIൻ്റെ ഒക്കെ, അതായത് CBI 5 സോങ് BGM ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ BGM അദ്ദേഹത്തിൻ്റെ രീതിയിൽ കുറച്ചും കൂടി സംഭവമായിട്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്, മ്യൂസിക് ഡയറക്ടറാണ്. സോങ് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും 2014 മലയാള സിനിമേൻ്റെ വർഷമെന്ന് പറയുന്നത് സത്യം കേട്ടോ. കാരണം അടുപ്പിച്ചിറങ്ങിയിട്ടുള്ള അത്യാവശ്യം എല്ലാ സിനിമയ്ക്കും നല്ല റെസ്പോണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ദിലീപിൻ്റെ പവി കെയർടേക്കർ, അതിനും അത്യാവശ്യം നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ മോശം റെസ്പോൺസ് വന്നിട്ടുള്ള പടങ്ങൾ മലയാളത്തിൽ, അതായത് 2024 ഇറങ്ങിയാൽ അത്യാവശ്യം എല്ലാത്തിലും നല്ല റെസ്പോൺസ് വന്ന് ഇതിനും അതുപോലെ തന്നെ കത്തി കയറുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് സുദീപാണ്. അത്യാവശ്യം നല്ല വൃത്തി, നല്ല ഫ്രെയിം കാര്യങ്ങളൊക്കെയാണ്. അതായത് മരുഭൂമിയിലുള്ള കുറച്ച് ഷോട്ടുകളുണ്ട്, അതൊക്കെ നല്ല അടിപൊളി ഫ്രെയിമിലാണ് ചെയ്തിട്ടുള്ള, നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം ഗംഭീരമാണ്. ഗംഭീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവം അല്ലെങ്കിലും നല്ല അടിപൊളി കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ എന്തായാലും പടത്തിന് ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത ദിവസം തന്നെ അടുത്ത ഷോക്ക് തന്നെ തിയേറ്ററിൽ പോയി കാണുക. നമ്മളെ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ്, ഒരു കംബാക്കാണ് ഈ സിനിമയിലുള്ളത്. അപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, പടം വിജയിപ്പിക്കാം. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. റിവ്യൂസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തത് എന്താ പറയുക, ഇതുപോലെ റിവ്യൂ ആണോ അതോ ട്രാവൽ കണ്ടൻ്റ് ആണോ, ഇനി അതല്ല ഫുഡിൻ്റെ വല്ലതാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത് ട്രാവൽ ചെയ്യാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, അതായത് വേറെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ട്രാവൽ ചെയ്യാതെ ഇപ്പം ലോക്കായി നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ട്രാവലിംഗ് വീഡിയോസ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമ്പോൾ ചെയ്യാൻ തോന്നുന്നതൊക്കെ ഞാൻ തീർച്ചയായും ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.